നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23, 2026 വെള്ളി. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ദാവോസിൽ US പ്രസിഡന്റ് ട്രംപ് നടത്തിയ റിമാർക്സിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടരുന്ന സെല്ലിംഗ് മൂലവും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ അമേരിക്കൻ ഡോളറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള മൂല്യശോഷണത്തെയും തുടർന്ന് മാർക്കറ്റിലുള്ള നിക്ഷേപകരുടെ ജാഗ്രതയും തുടരുന്നു. ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2549.80 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4222.98 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ ഒക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,300 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് 25,500 എന്ന സൈക്കോളജിക്കൽ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,160 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. തുടർന്ന് 25,000 എന്ന ലെവൽ സൈക്കോളജിക്കലും അതേസമയം 24,900 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ട് ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ശ്രീരാം ഫൈനാൻസ്, സിപ്ല, JSW സ്റ്റീൽ, ഇൻഡുസിൻ ബാങ്ക്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, അദാനി ഗ്രീൻ എനർജി തുടങ്ങി ഒത്തിരിയേറെ കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് ഇന്നലെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നാളെ ശനിയാഴ്ച കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, അൾട്രാടെക് സിമെന്റ്, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ തുടങ്ങി മറ്റൊട്ടനവധി കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് നാളെയും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇവയുടെയൊക്കെ വിശദാംശങ്ങൾ വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് രാവിലെ 10:00 ഇന്ത്യയിൽ നിന്നും ജനുവരി മാസത്തെ HSBC കോമ്പോസിറ്റ് PMI, മാനുഫാക്ചറിംഗ് PMI, സർവീസ് PMI-കളുടെ ഫ്ലാഷ് ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. കൂടാതെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 5 ജനുവരി ആദ്യ ആഴ്ചയിലെ ബാങ്ക് ലോൺ ഗ്രോത്തിന്റെയും ഡിപ്പോസിറ്റ് ഗ്രോത്തിന്റെയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്റെയും ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. ഇന്നും പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ്. വെളുപ്പിന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 5 ജപ്പാനിൽ നിന്നും ഡിസംബർ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ട്. രാവിലെ 8:00 തന്നെ ജപ്പാനിൽ നിന്നും ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരാനിരിക്കുന്നു. ഉച്ചയ്ക്ക് 12:00 UK-യിൽ നിന്നും ഡിസംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. കൂടാതെ 2 ജർമ്മനിയിൽ നിന്നും ജനുവരി മാസത്തെ HCOB മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. വൈകുന്നേരം 3 UK-യിൽ നിന്നും ജനുവരി മാസത്തെ S&P ഗ്ലോബൽ സർവീസ് PMI ഫ്ലാഷ് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. കൂടാതെ അതേസമയം തന്നെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷിന്റെയും ജനുവരി മാസത്തെ റിലീസ് UK-യിൽ നിന്നും തന്നെയുണ്ട്. ഉക്രൈൻ, US, റഷ്യ എന്നീ 3 രാജ്യങ്ങളും തമ്മിലുള്ള ത്രികക്ഷി ചർച്ചകൾ ഇന്നും നാളെയുമായിട്ട്, അതായത് ജനുവരി 23, 24 തീയതികളിൽ UAE-യിൽ വെച്ച് നടത്തുമെന്നുള്ള പ്രഖ്യാപനം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. കൂടാതെ ഇന്നലെ ലേറ്റ് നൈറ്റില് റഷ്യൻ പ്രസിഡന്റ് പുടിൻ US പ്രതിനിധികളുമായിട്ട് ഉക്രൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി ചർച്ചകൾ നടത്തിയെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. AGR ഡ്യൂസിന്റെ കാൽക്കുലേഷൻസുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനയ്ക്കായി എയർടെല് കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയെന്നുള്ള റിപ്പോർട്ട്സും പുറത്തു വരുന്നുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്ക്, ഇൻഫോസിസ് ADR-കൾക്ക് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ICIC ബാങ്ക് ADR-ന് 0.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം വിപ്രോ ADR-ന് 0.25%-ലേറെയും ആക്സിസ് ബാങ്ക് ADR-ന് 0.25%-നടുത്തും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADR-ന് 3.25%-നടുത്ത് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇന്നലെ S&P 500-ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 0.25%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 1%-നടുത്ത് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1.25%
ശതമാനത്തിനടുത്തും നേട്ടം കൈവരിക്കുവാനായി. ഇന്ന് വെളുപ്പിന് വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-നടുത്തും കൊറിയൻ മാർക്കറ്റ് 1.25%-ന്റെയും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയൊക്കെ വിലയിൽ 0.5%-നടുത്ത് ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വീണ്ടും ഗോൾഡ് ഫ്രഷ് റെക്കോർഡ് ഹൈയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ബ്രെന്റ് ക്രൂഡിന്റെ വില $64.36 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $59.63 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4958.97 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും തുടരുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.79 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 25,400 എന്ന ലെവലിലേക്കും മാർക്കറ്റിൽ നിലനിൽക്കുന്ന വോൾട്ടാലിറ്റിയെ സൂചിപ്പിച്ചുകൊണ്ടും കൂടാതെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഇൻഡിസിഷന്റെ ഫലമായിട്ടും അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ 200-ഡേ EMAയ്ക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് RSIയിലും നേരിയ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 33.82 എന്ന ലെവലിലേക്കും തൽഫലമായി RSIയും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 25,000 എന്ന സ്ട്രൈക്കിലാണ് ഫുഡ് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.74 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലുമായിട്ട് തുടരുന്നു. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ അതിശക്തമായ നഷ്ടത്തിനു ശേഷം ഇന്നലെ 400 പോയിന്റുകളുടെ നേട്ടം ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നതും. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ 58,800 എന്ന ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. എങ്കിലും RSI 47 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ പ്രോഫിറ്റിൽ 77.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6.2% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ബന്ധൻ ബാങ്ക് പ്രോഫിറ്റിൽ 51.8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 4.5% ഇടിവ് രേഖപ്പെടുത്തി. അതർ ഇൻകത്തിലും 37.8% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. പ്രീമിയർ എനർജീസ് പ്രോഫിറ്റിൽ 53.5% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 13% വളർച്ച രേഖപ്പെടുത്തി. കൂടാതെ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം തെലുങ്കാനയിലെ മഹേശ്വരത്തുള്ള ഇസിറ്റി പ്ലാന്റിൽ 400 മെഗാവാട്ട് സോളാർ ഫോട്ടോവോൾട്ടേക് സെൽ നിർമ്മാണ സൗകര്യം കമ്മീഷൻ ചെയ്യുകയുമുണ്ടായി. തൽന പ്ലാറ്റ്ഫോംസ് പ്രോഫിറ്റിൽ 10.8% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 12% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. സഞ്ജയൻ ഇന്റർനാഷണൽ പ്രോഫിറ്റിൽ 88.6% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിലും 3% ഇടിവ് രേഖപ്പെടുത്തി. സൂര്യോദയ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രോഫിറ്റിൽ 9.8% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 3.2% വർധനവ് രേഖപ്പെടുത്തി. അദാനി ടോട്ടൽ ഗ്യാസ് പ്രോഫിറ്റിൽ 11.4% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂവിലും 17% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. അശോക ബിൽഡ്കോൺ ഗുജറാത്ത് ദമാനിലെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 307.71 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. NTPC ഗ്രീൻ എനർജി ഉത്തർപ്രദേശിൽ പുനരുപയോഗ ഊർജ ഹരിത ഹൈഡ്രജൻ പദ്ധതികളുടെ വികസനത്തിനായി കമ്പനി ഉത്തർപ്രദേശ് സർക്കാരുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.